ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. നോക്കുക, ഇൻഡസ്ട്രി നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. പല കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഒന്നാണ് ഓൺ ദ ബേസിസ് ഓഫ് ദ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ. ഓക്കെ, റോ മെറ്റീരിയൽ എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്യാൻ പറ്റും, രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തേതാണ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്നും മറ്റൊന്ന് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി എന്നും. നോക്കുക, അഗ്രോ എന്ന വാക്കി തന്നെ വ്യക്തമാണ്, ഇവിടെ നിന്ന് കിട്ടുന്നതാണ് അഗ്രികൾച്ചർ അല്ലേ. അപ്പോൾ കൃഷിയിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസ് ആണ് ആ ഇൻഡസ്ട്രി റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഇൻഡസ്ട്രീസിന് വിളിക്കുന്ന പേരാണെന്ത്, അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. നേരെ മറിച്ച് മിനറൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ വരുന്ന ചോദ്യമാണ് എന്താണ് മിനറൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് എന്താണ് മിനറൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരേ കെമിക്കൽ കോമ്പോസിഷനുള്ള വസ്തുക്കൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മിനറൽസ്. ഉദാഹരണം നമ്മുടെ അയൺ അല്ലെങ്കിൽ പെട്രോളിയം പോലെയുള്ള എല്ലാ വസ്തുക്കളും എന്താണ്, മിനറൽസ് ആണ്. അപ്പോൾ ഈ മിനറൽസിനെയാണ് നമ്മൾ റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഇൻഡസ്ട്രീസിന് വിളിക്കുന്ന പേരാണ് എന്ത്, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. വളരെ സിമ്പിളായ ക്ലാസിഫിക്കേഷനാണ്. സോ ഓൺ ദ ബേസിസ് ഓഫ് ദ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ഇൻഡസ്ട്രീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. ഏതൊക്കെയാണ്, അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി എന്നും മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി എന്നും. എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത് വരുന്നതാണ് ഓൺ ദ ബേസിസ് ഓഫ് ദ മെയിൻ റോൾ. ഓക്കെ, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒന്നാണ്. ഓക്കെ, ഇവയുടെ റോൾ എന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രീസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ബേസിക് ഇൻഡസ്ട്രി എന്നും മറ്റൊന്ന് കൺസ്യൂമർ ഇൻഡസ്ട്രി എന്നും. നോക്കുക, ബേസിക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കീ ഇൻഡസ്ട്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് എങ്ങോട്ട് പോകുന്നില്ല, കൺസ്യൂമറിലേക്ക് പോകുന്നില്ല. ഓക്കെ, എങ്ങോട്ട് പോകുന്നില്ല, കൺസ്യൂമറിലേക്ക് പോകുന്നില്ല. പകരം എന്താണ്, ഈ പറയുന്ന പ്രോഡക്റ്റ് മറ്റൊരു കമ്പനി എന്തായിട്ട് എടുക്കുകയാണ്, അവരുടെ റോ മെറ്റീരിയലായിട്ട് എടുക്കുകയാണ്. എന്നിട്ട് അവർ എന്ത് ചെയ്യാണ്, അവരൊരു പ്രോസസ്സിലൂടെ അതിനെ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുന്നു. ആ പ്രോഡക്റ്റാണ് എങ്ങോട്ട് പോവുക, കൺസ്യൂമറിലേക്ക് പോവുക. ഏറ്റവും നല്ല ഉദാഹരണമാണ് അയൺ ആൻഡ് സ്റ്റീൽ. ഓക്കെ, നോക്കുക, പല ഇൻഡസ്ട്രീസും എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്, ഇരുമ്പിനെ റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇരുമ്പിനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടേ, ആ ഇരുമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് എന്ത്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എന്താണ് പറയുന്നത്, ഒരു മിനറലാണല്ലോ അയൺ എന്ന് പറയുന്നത്, ഇവിടുന്ന് കിട്ടുന്നു, നമ്മുടെ ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്നു. ഇതെന്താണ്, ഇംപ്യൂർ ഫോമിലായിരിക്കും ഇരിക്കുന്നത്. ഈ ഇംപ്യൂർ ഫോമിലിരിക്കുന്ന അയൺ എന്താണ്, പ്യുവർ ഫോമിലോട്ട് മാറ്റിയിട്ട് കൊടുക്കുന്ന ഇൻഡസ്ട്രി, അതാണെന്ത്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. അല്ലെങ്കിൽ എന്താണ്, എലമെൻറ്റുകൾ ആഡ് ചെയ്ത് തന്നെ എന്താക്കി മാറ്റുന്നു, സ്റ്റീലാക്കി മാറ്റുന്നു. ഓക്കെ, സോ നമ്മളിനി വീണ്ടും ഇത് പഠിക്കുക അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയെ പറ്റി. തൽക്കാലം എന്ത് മനസ്സിലാക്കുക, ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. ആ പ്രോഡക്റ്റ് എങ്ങോട്ട് പോകുന്നില്ല, ഡയറക്റ്റ് കൺസംഷനോട്ട് കൺസ്യൂമറിലേക്ക് പോകുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, അതിനെ മറ്റൊരു ഇൻഡസ്ട്രി അവരുടെ റോ മെറ്റീരിയലായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവർ പ്രോസസ്സ് ചെയ്യുന്നു. ഇപ്പോൾ ഇരുമ്പിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇരുമ്പ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ അയൺ എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി എടുത്തിട്ട് എന്താണ്, അവരുടെ കാറിൻ്റെ ബോഡിയായിട്ട് മാറ്റുകയാണ്. എന്നിട്ടാണ് അത് എങ്ങോട്ടിലോട്ട് പോകുന്നത്, കൺസ്യൂമറിലോട്ട് പോകുന്നത്. അത്തരം ഇൻഡസ്ട്രീസിന് വിളിക്കുന്ന പേരാണ് ബേസിക് ഓർ കീ ഇൻഡസ്ട്രീസ്. ഓക്കെ, പ്രധാനമായിട്ടും മിനറൽ ബേസ്ഡ് ആയിരിക്കും ഈ പറയുന്ന ബേസിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് കൺസ്യൂമർ ഇൻഡസ്ട്രീസ്. പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്താണ്, ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് ഡയറക്റ്റ് അതിലേക്ക് പോവുകയാണ്, കൺസ്യൂമറിലേക്ക് പോവുകയാണ്. അത്തരം ഇൻഡസ്ട്രീസിന് വിളിക്കുന്ന പേരാണ് കൺസ്യൂമർ ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നത്. ഷുഗർ, ടൂത്ത് പേസ്റ്റ്, അങ്ങനെ സോപ്പ്, അങ്ങനെ എല്ലാ എക്സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. സോ മനസ്സിലാക്കുക, ബേസിക് ഓർ കീ ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, വിച്ച് സപ്ലൈ ദെയർ പ്രോഡക്റ്റ് ഓർ റോ മെറ്റീരിയൽ ടു മാനുഫാക്ചർ അതർ ഗുഡ്സ്. ഓക്കെ, മറ്റ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാനുള്ള റോ മെറ്റീരിയലായിട്ടാണ് ആര് കൊടുക്കുന്നത്, ഇവരുടെ പ്രൊഡക്റ്റിനെ കൊടുക്കുന്നത്. അത്തരം ഇൻഡസ്ട്രി വിളിക്കുന്ന പേര് ബേസിക് ഓർ കീ ഇൻഡസ്ട്രി. ഡയറക്റ്റായിട്ട് കൺസ്യൂമർ വാങ്ങി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു, കൺസ്യൂമർ ഇൻഡസ്ട്രി എന്നും വിളിക്കുന്നു. സോ രണ്ട് ക്ലാസിഫിക്കേഷനായി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കാം. സോ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നോക്കി, ഓൺ ദ ബേസിസ് ഓഫ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ മൂലധനം എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ മുടക്കുന്ന തുകയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നോക്കുക, 1 കോടിക്ക് താഴെയാണെങ്കിൽ, ഓക്കെ, 1 കോടി രൂപയ്ക്ക് താഴെയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. 1 കോടിക്ക് മുകളിലാണെങ്കിൽ എന്ന് വിളിക്കുന്നു, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് ഇതേ പറയുന്നുള്ളൂ. ഇനി മീഡിയം സ്കെയിൽ എന്ന് പറയുന്ന വേറൊരു ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട്, പക്ഷേ ടെക്സ്റ്റ് ബുക്ക് പറയാതെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിലേക്ക് നോക്കണ്ട. സോ ഇൻഡസ്ട്രീസ് വിച്ച് റിക്വയർ ദ മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് അപ് ടു 1 crore. ഓക്കെ, 1 കോടി രൂപ വരെ ആണെങ്കിൽ അതിനെന്തെന്ന് വിളിക്കുന്നു, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇറ്റ് എംപ്ലോയീസ് എ സ്മോൾ നമ്പർ ഓഫ് ലേബേഴ്സ്. എന്താണ്, കുറച്ച് നമ്പർ തൊഴിലാളികൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ വർക്ക് ചെയ്യുള്ളൂ. ചെറിയ ഇൻഡസ്ട്രീസ് 1 കോടിക്ക് മുകളിലാണെങ്കിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും, അവിടെയുള്ള വർക്കേഴ്സിൻ്റെ എണ്ണവും കൂടുതലായിരിക്കും. ഓർത്ത് വയ്ക്കാൻ പറ്റും, സിമ്പിളായ ക്ലാസിഫിക്കേഷനാണ്. സോ ഇത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഇതും കുറച്ച് നോക്കേണ്ട ഒന്നാണ്. ഫസ്റ്റ് വൺ, പബ്ലിക് സെക്ടർ. അറിയാമല്ലോ, ഉടമസ്ഥൻ ആരാണ് എന്നതിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുന്നത്. പബ്ലിക് സെക്ടർ പേര്, പബ്ലിക് എന്ന പേരിൽ നിന്ന് നമുക്ക് അറിയായിരിക്കും എന്താണ്, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആരായിരിക്കും, ഗവൺമെൻറ് ആയിരിക്കും. നമ്മുടെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് അല്ലെങ്കിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, ഗവൺമെൻറ് ഏജൻസീസാണ്. ഇവിടെ എന്തിന് കൺട്രോൾ ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ കമ്പനികളാണ്.
അതാണ് എന്ത് പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓൺഡ് ആൻഡ് ഓപ്പറേറ്റ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലേ. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളോ ചേർന്നാണ് ഒരു കമ്പനിയെ നടത്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത്. മൂന്നാമത് ജോയിൻറ്റ് സെക്ടർ. നോക്കി, വിച്ച് ആർ ജോയിൻ്റ്ലി റൺ ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, ഒരു വ്യക്തിയും ഗവൺമെൻറ്റും ചേർന്നു അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസും ഗവൺമെൻറ്റും ചേർന്നൊക്കെയാണ് നടത്തുന്നതെങ്കിൽ അത്തരം ഇൻഡസ്ട്രീസിന് വിളിക്കുന്ന പേരാണ് ജോയിൻറ്റ് സെക്ടർ. ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് നോക്കുക, നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കൊച്ചി എയർപോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കൊച്ചി എയർപോർട്ട്, ഈ കൊച്ചി എയർപോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന് ഉദാഹരണമാണ്. ഇതാ കണ്ടായിരുന്നല്ലോ, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന് ഉദാഹരണം. അതായത് ഇവിടെ ഗവൺമെൻറ്റും പ്രൈവറ്റായ വ്യക്തിയും കൂടി ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ പറയുന്ന എയർപോർട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. അത്തരം ഇൻഡസ്ട്രീസിനെ വിളിക്കുന്ന പേരാണ് ജോയിൻറ്റ് സെക്ടർ ഇൻഡസ്ട്രീസ്. ലാസ്റ്റ് വരുന്നതാണ് കോഓപ്പറേറ്റീവ് സെക്ടർ. നോക്കി, കോഓപ്പറേറ്റീവ് സെക്ടർ എന്ന് വെച്ചാൽ ഇവിടെ മുതലാളി എന്നൊരാളില്ല. ആരാണ്? ഈ പറയുന്ന റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരോ ആയിരിക്കും എന്ത്? അതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അതായത് ഇവർ ചേർന്ന് എന്ത് ചെയ്യുന്നു? ഒരു കോഓപ്പറേറ്റീവ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് എലക്ട് ചെയ്ത് ഒരാൾ എന്താക്കുന്നു? ലീഡർ ആക്കുന്നു. അയാളുടെ ലീഡർഷിപ്പിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്നു. അതിൽ നിന്ന് എന്ത് കിട്ടുന്നു? പ്രോഫിറ്റ് കിട്ടുന്നു. ആ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? എല്ലാവരും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നു. Okay, so industries are owned and operated by the producers or the suppliers of the raw materials, workers or both. നമ്മുടെ അമൂൽ എന്ന് പറയുന്ന ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്, ഇതൊക്കെ എന്താണ്? ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. സോ ശ്രദ്ധിക്കുക, ഓണർഷിപ്പിനെ ഉടമസ്ഥതയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് സെക്ടർ ഗവൺമെൻറ് ഓൺ ചെയ്യുന്നു, പ്രൈവറ്റ് വ്യക്തിയോ ഗ്രൂപ്പ് ഓഫ് വ്യക്തികളോ ഓൺ ചെയ്യുന്നു, ജോയിൻ്റ് ആണെങ്കിൽ ഗവൺമെൻറ്റും പ്രൈവറ്റും കൂടി ചേർന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു, കോപ്പറേറ്റീവ് ആണെങ്കിലോ മുതലാളി എന്നൊന്നില്ല, എന്താണ് ഈ പറയുന്ന പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആളോ അത് സപ്ലൈ ചെയ്യുന്ന ആളോ അവരായിരിക്കും എന്ത്? ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തിട്ട് അതിലൊരാളായിരിക്കും അല്ലെങ്കിൽ അവർ തന്നെ ആയിരിക്കും, ആ ഗ്രൂപ്പായിരിക്കും എന്ത്? അതിൻ്റെ ഓണർഷിപ്പ് എന്ന് അല്ലെങ്കിൽ ഓണർ എന്ന് പറയുന്നത്. സോ അതാണ് എന്ത്? ഓണർഷിപ്പിനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ. അടുത്ത ലാസ്റ്റ് വരുന്നതാണ് ഓൺ ദ ബേസിസ് ഓഫ് ദ ബൾക്ക് ആൻഡ് വെയിറ്റ് ഓഫ് ദ റോ മെറ്റീരിയൽസ്. ഓക്കെ, ബൾക്ക് ആൻഡ് വെയിറ്റ് ഓഫ് ദ റോ മെറ്റീരിയൽസ്. ഓക്കെ, ഈ പറയുന്ന ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ വെയിറ്റിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡസ്ട്രിയെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഹെവി ഇൻഡസ്ട്രി എന്നും ലൈറ്റ് ഇൻഡസ്ട്രി എന്നും. ഇതൊക്കെയാണ് ഹെവി ഇൻഡസ്ട്രി എന്നും ലൈറ്റ് ഇൻഡസ്ട്രി എന്നും. അതായത് ഇവിടെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നല്ല വെയിറ്റുള്ള, അതായത് ടൺ കണക്കിനുള്ള എന്താണ് വസ്തുക്കളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഇൻഡസ്ട്രി വിളിക്കുന്ന പേരാണ് എന്ത്? ഹെവി ഇൻഡസ്ട്രി. ഉദാഹരണം അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. ലൈറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ലൈറ്റ് വെയിറ്റ് ഗുഡ്സ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ പാർട്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി, അതൊക്കെ എന്തായിരിക്കും? അവിടെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഒക്കെ എന്തായിരിക്കും? ലൈറ്റ് വെയിറ്റ് ഉള്ള വസ്തുക്കളായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് ലൈറ്റ് ഇൻഡസ്ട്രി എന്നും, ഹെവി വെയിറ്റ് ഉള്ളവയാണെങ്കിൽ നമ്മൾ എന്ന് വിളിക്കുന്നു? ഹെവി ഇൻഡസ്ട്രീസ് എന്നും പറയുന്നു. വാഹനം നിർമ്മിക്കുന്നത്, അയൺ ആൻഡ് സ്റ്റീൽ നിർമ്മിക്കുന്നത്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഈ പറയുന്ന ഹെവി ഇൻഡസ്ട്രീസിന് എക്സാമ്പിളാണ്. സോ ഇതാണ് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ്. സോ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പലതവണ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. സോ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കടുത്ത് എന്ത് ചെയ്യാം? പ്രധാനപ്പെട്ട അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ട്, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ടും നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം.